കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന വിചിത്രമായ സംഭവങ്ങൾ കാണുമ്പോൾ അത്ഭുതമാണോ സങ്കടമാണോ നിരാശയാണോ ഉണ്ടാകുന്നതെന്ന് പറയാൻ വയ്യ. ഇപ്പം തന്നെ ഇവിടെ ഒരു വിശേഷപ്പെട്ട അന്വേഷണം നടക്കുന്നുണ്ട് നമ്മുടെ അഡീഷണൽ DGPക്കെതിരായിട്ട്. അത് നടത്തുന്ന ആരാ? അദ്ദേഹത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു IG-യും DIG-യും. ഇതേപ്പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. പക്ഷേ ഇനി അത് ഒരിക്കൽ കൂടെ പറയാതിരിക്കാൻ വയ്യാത്തൊരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഈ IG സ്പർജൻ കുമാറും അതുപോലെ ഈ തൃശ്ശൂർ റേഞ്ച് IG തോംസൺ ജോസും, അവർ രണ്ടുപേരാണ് നമ്മുടെ MR അജിത് കുമാറിനെതിരായിട്ടുള്ള അന്വേഷണം കാര്യമായിട്ട് നടത്തുന്നത്. അവരെല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് റിപ്പോർട്ട് ചെയ്യേണ്ടത് ആരോടാ? ഈ അജിത് കുമാറിനോടാ. അപ്പോൾ രാവിലെ 7 മണിക്ക് വിളിച്ചിട്ട്, സാറേ ഉച്ചവരെ എന്നെ കിട്ടത്തില്ല, ഞാൻ നമ്മുടെ ADGP അജിത് കുമാറിനെ പൂട്ടാനുള്ള അന്വേഷണത്തിലായിരിക്കും എന്ന് പറയാൻ പറ്റുമോ? ഇതൊരു സാധാരണ മേലുദ്യോഗസ്ഥൻ എന്ന് പറയാനും വയ്യ. കാരണം ഈ 2 ഉദ്യോഗസ്ഥരുടെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട്, അതായത് മേലാവിന് അവരെക്കുറിച്ചുള്ള അഭിപ്രായം എഴുതേണ്ടത് ഈ അജിത് കുമാറാണ്. അജിത് കുമാർ ഈ അന്വേഷണത്തിൻ്റെ പേരിൽ സ്പർജൻ കുമാറിനെ പറ്റിയോ അല്ലെങ്കിൽ തോംസൺ ജോസിനെ പറ്റിയോ മോശമായിട്ട് റിപ്പോർട്ട് എഴുതുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ അതിന് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വല്ലാത്തൊരു അവസ്ഥയുണ്ടല്ലോ. മേലാവിനെതിരെ അന്വേഷിക്കുക, ചോദ്യങ്ങൾ ചോദിക്കണം, ചോദ്യം ചെയ്യണം, തെളിവെടുക്കണം മേലാവിൻ്റെ അടുത്ത് നിന്ന്. അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഈ 2 പേരും IG-യും DIG-യും കഴിഞ്ഞ ദിവസം ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു യോഗം ചേർന്നപ്പോൾ നമ്മുടെ DGP ദർവേഷ് സാഹിബിനോട് കേണ് പറഞ്ഞു, സാറേ പറ്റുമെങ്കിൽ ഈ പാനപാത്രം ഞങ്ങളിൽ നിന്ന് എടുത്ത് മാറ്റണമേ. പക്ഷേ നമ്മുടെ DGPക്ക് എടുത്തു മാറ്റാൻ പറ്റുന്നതല്ലല്ലോ ഈ പാനപാത്രം. ഈ പാനപാത്രം അത്ര സാധാരണ ഒന്നല്ല. അതിനുള്ളിലെ വീഞ്ഞിൽ വിഷം നിറച്ചതാണ്. ഈ പാനപാത്രം തയ്യാറാക്കി കൊടുത്തത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. അപ്പോൾ DGPക്ക് അത് മാറ്റാൻ പറ്റുമോ? പക്ഷേ നമ്മുടെ അഡീഷണൽ DGP പ്രസാദിച്ചു. അദ്ദേഹത്തിൻ്റെ 2 കീഴുദ്യോഗസ്ഥന്മാർ അനുഭവിക്കുന്ന ഈ സങ്കടാവസ്ഥ കണ്ടപ്പോൾ കരുണാമയനായ അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, എനിക്കെതിരായിട്ടുള്ള അന്വേഷണം നടക്കുന്നിടത്തോളം കാലം നിങ്ങളാരും രാവിലെ എൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യേണ്ട, നമ്മുടെ DGP സാറിൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്താൽ മതി. ഇപ്പം അങ്ങനെ നിൽക്കുക. ഇതുപോലൊരു വിചിത്രമായ കാര്യമാണ്. ഇങ്ങനൊരു ഉത്തരവ് ഇറക്കേണ്ടത് വാസ്തവത്തിൽ അഡീഷണൽ DGP അല്ല, DGP ആണ്. തൽക്കാലത്തേക്ക് നിങ്ങൾ ADGPയുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്യേണ്ട എന്ന് പറയേണ്ടത്. അതും അഡീഷണൽ DGP ആണ് DGPയെ മറികടന്ന് ഈ നിർദ്ദേശം ഇപ്പോൾ തൻ്റെ കീഴുദ്യോഗസ്ഥന്മാർക്ക് നൽകിയിരിക്കുന്നത്. ഇത് വേറെ എവിടെങ്കിലും വ്യവസ്ഥയും വെള്ളിയാഴ്ചയുമുള്ള ഭരണം നടക്കുന്ന എവിടെങ്കിലും നടക്കുന്ന ഒരു കാര്യമാണോ? വിചിത്രമല്ലേ സംഭവങ്ങൾ? ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ കേരളം ഒരു വെള്ളരിങ്ങാപ്പട്ടണമാണോ എന്ന തോന്നലുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആർക്ക്? സാധാരണ നാട്ടുകാർക്ക്. പക്ഷേ ഭരണത്തിലിരിക്കുന്നവർക്ക് അങ്ങനത്തെ തോന്നലുകളൊന്നുമില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരം. ഈ സംവിധാനം സർക്കാർ ഒരു എരണം കെട്ട ഏർപ്പാടായിട്ട് മാറിയിരിക്കുന്നു. ഒരു യുക്തിക്കും നിരക്കാത്ത രീതിയിലാണ് നമ്മുടെ സംസ്ഥാനത്ത് പിണറായി വിജയൻ്റെ കീഴിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. 1500 കോടി രൂപ കടമെടുത്ത് ഓണം ആഘോഷിക്കാനുള്ള ഒരു പുറപ്പാടിലാണ് നമ്മൾ. പണമില്ല, കടമെടുത്താണെങ്കിലും ഓണം ഉണ്ണണമല്ലോ, അത് അങ്ങനെ നടക്കട്ടെ. പക്ഷേ അതോടൊപ്പം തന്നെ ഒരു ഭരണകക്ഷി MLA മുന്നോട്ട് വെച്ച ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ആഭ്യന്തര വകുപ്പിനും അതുപോലെ തന്നെ അഡീഷണൽ DGPക്കും പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും ഒക്കെ എതിരായിട്ട് ഒരു അന്വേഷണം നടക്കുന്നു എന്നുള്ളതാണ് വിരോധാഭാസം. ഈ അന്വേഷണം എന്നൊക്കെ പറയുന്നത് എന്തെങ്കിലും നടക്കുന്നുണ്ടോ? നമ്മളാരും ഒന്നും കാണുന്നില്ല കേട്ടോ. ഈ അന്വേഷണ സംഘം ഒന്ന് സമ്മേളിച്ചു, ഒരു യോഗം കൂടി, ചില അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. അതിനപ്പുറത്ത് ഒരു അന്വേഷണവുമില്ല. സാറേ, വളരെ ഗുരുതരമായ ആരോപണമാണ് ഈ അൻവർ ഉന്നയിച്ചിരിക്കുന്നത്. അതൊരു FIR ഇട്ടൊക്കെ അന്വേഷിക്കണ്ടേ? ഇവിടെ ഇപ്പോൾ നടക്കുന്നത് വിവരശേഖരണം മാത്രമാണ്. അതിനപ്പുറത്തേക്ക് അന്വേഷണമൊന്നുമില്ല. 1 മാസത്തെ കാലാവധി കൊടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കും അറിയാം, പാർട്ടി സെക്രട്ടറിക്കും അറിയാം, പാർട്ടി നേതാക്കൾക്കും അറിയാം. 1 മാസം കൊണ്ട് ഇതൊക്കെ അങ്ങ് തണുത്തുറഞ്ഞ് പൊക്കോളുമെന്ന്. അതേസമയം മറുഭാഗത്ത് CPMൻ്റെ സമ്മേളനങ്ങൾ ആരംഭിച്ചിരിക്കുക. സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായിട്ടുള്ള ബ്രാഞ്ച് യോഗങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇവിടെ അൻവറിൻ്റെ ആരോപണങ്ങളുടെ ചർച്ചാ വിഷയമാണ്. പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയെക്കുറിച്ച്, അവന് ADGP അജിത് കുമാറിനെക്കുറിച്ച് ബ്രാഞ്ച് സമ്മേളനങ്ങൾ
വിശദമായിട്ട് ചർച്ച ചെയ്യുന്നു. അതുപോലെ തന്നെ കണ്ണൂരിലെ ഏറ്റവും പ്രബലനായ പി ജയരാജൻ്റെ നാവും ശബ്ദവുമായ റെഡ് ആർമി എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ, സൈബർ കൂട്ടായ്മ, ഇത്തരം പുഴുക്കുത്തുകളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിരിക്കണമെന്ന് പാർട്ടി പ്രവർത്തകർക്ക് ആഹ്വാനം കൊടുക്കുക. ഇതൊക്കെ പാർട്ടിയിൽ പണ്ടെങ്ങാനും കേട്ടിട്ടുള്ള കാര്യങ്ങളാണോ? അതുപോലെ തന്നെ കണ്ണൂരിൽ ചില ബ്രാഞ്ച് യോഗങ്ങൾക്ക് ആളില്ലത്രേ, ആരും പോകുന്നില്ല. ജില്ലാ നേതാക്കൾ കെഞ്ചി പറഞ്ഞിട്ട് പോലും പ്രവർത്തകന്മാർ അവിടേക്ക് പോകാൻ തയ്യാറാവുന്നില്ല. അതുമാത്രമല്ല, ഇതൊക്കെ മാധ്യമ സൃഷ്ടിയാണ്, പാർട്ടിക്ക് ഒരു പ്രശ്നവും സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്ന ജില്ലാ നേതാക്കളോട് ഇതേപ്പറ്റി അന്വേഷണം നടത്തുക ആദ്യം, എന്നിട്ട് നിങ്ങൾ മാധ്യമങ്ങളെ കുറ്റം പറയാം എന്ന് പറയുന്ന പ്രവർത്തകർ ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. ആലപ്പുഴ ഭാഗത്ത് ഈ ചില ബ്രാഞ്ചുകളിലും ലോക്കൽ കമ്മിറ്റികളിലുമൊക്കെ ആളുകൾ വൻതോതിൽ പാർട്ടി വിട്ട് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെയാണ് ഈ RSSൻ്റെ നേതാവും അജിത് കുമാറും കൂടെ ചർച്ച നടത്തി എന്നുള്ളൊരു ആരോപണം. അതിപ്പോൾ ഇവിടെ വളരെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, തൃശ്ശൂരിലെ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ CPM RSSുമായി ഒരു കളി കളിച്ചു എന്നൊരു ധാരണ പണ്ടേ ഉണ്ട്. ഈ പൂരം കലക്കിയതൊക്കെ അതിനുവേണ്ടിയാണെന്നുള്ള ആരോപണം UDF ഉന്നയിക്കുന്നുണ്ട്, LDFും ഉന്നയിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് ആ എറണാകുളംകാരൻ VD സതീശൻ, പ്രതിപക്ഷ നേതാവ്, വല്ലാത്തൊരു ആരോപണം ഉന്നയിച്ചത്. അതായത് തൃശ്ശൂർ വച്ച് RSSൻ്റെ ജനറൽ സെക്രട്ടറിയായ ദത്താത്രേയ ഹൊസബാളയുമായിട്ട് നമ്മുടെ അജിത് കുമാർ ഒരു രഹസ്യ കൂടിക്കാഴ്ച നടത്തിയത്രേ. രഹസ്യം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇഷ്ടത്തിന് പോയതൊന്നുമല്ല കേട്ടോ. നമ്മുടെ പിണറായി സഖാവ് പറഞ്ഞിട്ട്, മുഖ്യമന്ത്രി പറഞ്ഞിട്ട് പോയതാണെന്നാണ് VD സതീശൻ. അദ്ദേഹം പ്രത്യേകിച്ചൊരു കാര്യം കൂടെ പറഞ്ഞു, ഞാൻ വെറുതെ ഫേസ്ബുക്കിൽ എഴുതിയൊന്നുമല്ല, ഞാൻ പരസ്യമായിട്ട് ഉന്നയിച്ചതായി കാര്യം, നിങ്ങൾക്ക് അതിന് മറുപടി ഉണ്ടോ എന്ന് VD സതീശൻ ചോദിച്ചു. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ CPMന് വലിയൊരു തോൽവി സമ്മാനിച്ച കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ സാഹചര്യങ്ങളിൽ പാർട്ടി വല്ലാതെ അനാവൃതമായിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ എക്സ്പോസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇരട്ടച്ചങ്കൻ, അതുപോലെ വടിവാളുകളുടെയും കടാരകളുടെയും നടുവിലൂടെ ധീരനായി നടന്നു വന്ന സഖാവ്, കൈകാര്യകർത്താവ്, അതുപോലെ കാരണഭൂതൻ, രക്തസാക്ഷികളുടെ ചോര കൊണ്ട് തുടുത്ത പ്രസ്ഥാനം എന്നൊക്കെ നമ്മൾ സ്വയം കൽപ്പിച്ച ചില ബഹുമതികൾ പാർട്ടിയും പാർട്ടി നേതാക്കളും ഒക്കെ എടുത്ത് അണിയാറുണ്ട്. പക്ഷേ ഈ അൻവറുടെ ആരോപണം വന്നപ്പോൾ ഈ ധൈര്യമൊന്നും കണ്ടില്ല, ആവേശമൊന്നും കണ്ടില്ല. അതിന് മറുപടി പറയാൻ, അല്ലെങ്കിൽ കൊച്ചു കൊച്ചു കാര്യങ്ങളിലെങ്കിലും തീരുമാനങ്ങളെടുക്കാൻ, നടപടികൾ സ്വീകരിക്കാൻ പാർട്ടിയുടെയോ അല്ലെങ്കിൽ സർക്കാരിൻ്റെയോ ഭാഗത്തു നിന്ന് ആരും ഉണ്ടായില്ല. പിണറായി വിജയന് നിശബ്ദനായിപ്പോയി. ഓർമ്മയുണ്ടോ, നമ്മുടെ വയനാട് ദുരന്തമുണ്ടായപ്പോൾ എല്ലാ ദിവസങ്ങളിലും വേണ്ടി വന്ന ഒന്നിലേറെ തവണ മാധ്യമപ്രവർത്തകരെ കാണാൻ തയ്യാറായ മുഖ്യമന്ത്രിയാണ്. പക്ഷേ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷം, അതുപോലെ തന്നെ അൻവറിൻ്റെ വെളിപ്പെടുത്തലുകൾ പുറത്ത് വന്നതിന് ശേഷം, RSS നേതാവുമായിട്ട് അജിത് കുമാർ ചർച്ച നടത്തി എന്ന ആരോപണം ഉയർന്നു വന്നതിന് ശേഷം അദ്ദേഹത്തിന് മിണ്ടാട്ടം മുട്ടിയ മട്ടിലാണ്. എന്തിനും ഏതിനും മറുപടി പറയുന്ന നമ്മുടെ സഖാവ് AK ബാലൻ പോലും മിണ്ടുന്നില്ല. മൂപ്പര് കേരളത്തിലുണ്ടോ എന്ന് പോലും നമുക്കറിയാൻ സാധിക്കുന്നില്ല. ഈ തൃശ്ശൂരിൽ വെച്ച് നടന്നു എന്ന് പറയുന്ന ADGP അജിത് കുമാറും RSS നേതാവ് ദത്താത്രേയ ഹൊസബോളയുമായുള്ള കൂടിക്കാഴ്ച, രഹസ്യ സമാഗമം, അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും സതീശൻ നൽകിയതാണ്. തൃശ്ശൂരിലെ ഇന്ന ഹോട്ടലിൽ, പാർക്കിംഗ് ലോട്ടിൽ ഇന്ന സ്ഥലത്ത് ഔദ്യോഗിക വാഹനം ഇട്ടതിന് ശേഷമാണ് അദ്ദേഹം മറ്റൊരു വാഹനത്തിൽ കയറി ഹൊസബോളയെ കാണാൻ പോയതെന്ന് പറഞ്ഞു. നമ്മുടെ ഇൻ്റലിജൻസുകാർക്ക്, സ്പെഷ്യൽ ബ്രാഞ്ചിന് ഇതെല്ലാം അറിയാം, എവിടെയൊക്കെ പോയി നമ്മുടെ അജിത് കുമാർ, എപ്പോൾ പോയി എന്നൊക്കെ. ഈ ഇൻ്റലിജൻസിൻ്റെ ചുമതലയുള്ള ADGP ഉണ്ടല്ലോ, നമ്മുടെ കേരള പോലീസിലെ റാങ്ക് അനുസരിച്ച് നോക്കുമ്പോൾ രണ്ടാമൻ മനോജ് എബ്രാഹിമിനോട് ചോദിച്ചാൽ മതി, അദ്ദേഹം കൃത്യമായിട്ട് കിളി പറയുന്നത് പോലെ പറഞ്ഞു തരും അന്ന് ADGP അജിത് കുമാർ എവിടെയായിരുന്നു എന്ന്. പക്ഷേ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ആരുമില്ല, മുഖ്യമന്ത്രിയുമില്ല, പാർട്ടി സെക്രട്ടറിയുമില്ല. സഖാവേ, ഈ അൻവർ ഒരു ഭാഗത്തും ആഭ്യന്തര വകുപ്പും P ശശിയും അജിത് കുമാറുമൊക്കെ മറുഭാഗത്തുമായി നടത്തുന്ന അല്ലെങ്കിൽ നടക്കുന്ന ഒരു ചക്കളത്തി പോരാട്ടം, അതിലേ
പിണറായി സഖാവും അതുപോലെ ഗോവിന്ദൻ മാഷും ആരുടെ ഭാഗത്താണ് നിൽക്കുന്നത്? വാസ്തവത്തിൽ ഇവരെയൊക്കെ അഴിച്ചുവിട്ടതിൻ്റെ ഫലമായി ഇപ്പോൾ പിണറായി വിജയൻ അനുഭവിക്കുന്നത്. കെട്ടും പൂട്ടുമൊക്കെ അവരുടെ കയ്യിലായിപ്പോയി എന്ന് അദ്ദേഹത്തിന് നന്നായിട്ടറിയാം. എന്നാലും കേരളം ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ, വളരെ അടിസ്ഥാനപരമായ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മറുപടി പറയാൻ മുഖ്യമന്ത്രി അങ്ങ് തയ്യാറാവേണ്ടതല്ലേ? അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി അത് ചെയ്യേണ്ടതല്ലേ? ഈ അൻവർ അദ്ദേഹം ആരാണ്? അല്ലെങ്കിൽ ആർക്കു വേണ്ടിയാണ് ഈ നാടകം സംവിധാനം ചെയ്യുന്നത് എന്ന് സർക്കാരോ പാർട്ടിയോ അന്വേഷിച്ചിട്ടുണ്ടോ? ലക്ഷക്കണക്കിന് CPM സഖാക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്ന് അൻവർ സാഹിബ് പറയുക. അദ്ദേഹത്തെ ഇത് ആരാ ഏൽപ്പിച്ചത് ഈ ചുമതല? കേരളത്തിലെ മുഴുവൻ സഖാക്കൾക്കും വേണ്ടി സംസാരിക്കാൻ ഒരു സഖാവിൻ്റെ ഉത്തരവാദിത്വമാണ് നിർവഹിച്ചതെന്ന് അദ്ദേഹം അവകാശപ്പെടുകയാണ്. ഏതു സഖാവാണ് അദ്ദേഹം? ഞാൻ ഒരിക്കലും ഒരു വ്യക്തിയെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുന്ന ഒരാളല്ല. കൃത്യമായ തെളിവുകൾ എൻ്റെ പക്കലില്ലാത്തിടത്തോളം കാലം ഒരാൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊന്നും പറയില്ല. എനിക്ക് അൻവറിനെ കുറിച്ച് അറിയാവുന്ന ഒരു കാര്യം, അദ്ദേഹം പലർക്കും അല്ലെങ്കിൽ CPM-നും ഒക്കെ വേണ്ടി ചില വൃത്തികെട്ട ജോലികൾ, ഡർട്ടി ജോബ്സ് ചെയ്യുന്ന ആളാണ് എന്നാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിനെതിരായിട്ട് ധാരാളം കേസുകളുണ്ടെന്നും അറിയാം. അതിനപ്പുറത്ത് ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താനോ ആക്ഷേപിക്കാനോ തയ്യാറല്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ അദ്ദേഹത്തെ നന്നായിട്ട് അറിയാവുന്ന ഒരാൾ ഇദ്ദേഹത്തിൻ്റെ പുരാവൃത്തം വിളമ്പുന്നത് കേട്ടപ്പോൾ നിലമ്പൂരിലെ ജനങ്ങളുടെ ഗതികേടോർത്ത് സങ്കടം വന്നുപോയി. ആ ആളാണ് ഇന്നിപ്പോൾ കേരളത്തിലെ ലക്ഷക്കണക്കിന് CPM സഖാക്കൾക്ക് വേണ്ടി ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. ഈ പാർട്ടി ഇപ്പോൾ എവിടെ നിൽക്കുന്നു? ഈ പാർട്ടിക്ക് എന്താണ് സംഭവിച്ചത്? ഇങ്ങനൊരു സ്വതന്ത്ര MLA വേണോ പാർട്ടിയുടെ ശുദ്ധീകരണത്തിന് നേതൃത്വം നൽകാൻ? സഖാവ് പിണറായി, സഖാവ് MV ഗോവിന്ദൻ, മറുപടിയുണ്ടോ? ഇത് ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അതുപോലെ തന്നെ ഈ മുഖ്യമന്ത്രി സ്ഥാനം എന്ന് പറയുന്നത് കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്നതല്ല, പാർട്ടി തന്നതാണ് എന്ന് ഓർക്കണമെന്ന് പിണറായിയുടെ മുഖത്തു നോക്കി വിരൽ ചൂണ്ടി അൻവർ ചോദിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പറയാനും ചോദിക്കാനും അയാൾക്ക് ആരാണ് അധികാരം നൽകിയത് എന്നുകൂടി കേരളത്തിലെ ജനങ്ങൾ ആലോചിക്കുന്നുണ്ട്. അൻവർ ഉന്നയിച്ച ചില പ്രശ്നങ്ങൾ മുൻനിർത്തി കഴിഞ്ഞ ദിവസം ഈ യൂത്ത് കോൺഗ്രസ്സുകാർ പിള്ളേർ ഈ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി. വലിയ ബഹളവും പ്രകടനമൊക്കെ ആയിരുന്നു. ആ മാർച്ച് നടക്കുന്നതിന് മുമ്പ് ഈ അൻവർ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ എന്താ എഴുതിയെന്നറിയാവും? സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്താൻ പോകുന്ന യൂത്ത് കോൺഗ്രസ്സുകാരുടെ മുതുകത്ത് തിരുവനന്തപുരത്തെ പോലീസുകാർ തിരുവനന്തപുരം നഗരത്തിൻ്റെ മാപ്പ് വരയ്ക്കുന്നത് കാണാൻ ഞാൻ കാത്തിരിക്കുകയാണെന്ന്. എന്തൊരു മനോനിലയാണ് ഈ മനുഷ്യൻ്റേത്! അയാൾ ഉന്നയിച്ച പ്രശ്നമാണ്, അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിക്കും ADGPക്കും എതിരായിട്ടൊരു പ്രകടനം നടക്കുക. അത് നടത്തുന്ന ചെറുപ്പക്കാരെക്കുറിച്ചാണ് ഇദ്ദേഹം ഇത് പറഞ്ഞത്. ഈ സെക്രട്ടേറിയറ്റ് മാർച്ചിനിടയ്ക്ക് പോലീസുകാരുടെ അടി ശിരസിലേറ്റ് മുഖം നിറയെ ചോരയുമായി നിൽക്കുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയുടെ ചിത്രം ഇന്നലെ ചാനലുകളിലും ഇന്ന് പത്രങ്ങളിലും കണ്ടപ്പോൾ ഒരുപക്ഷെ അൻവർ എന്ന് പറയുന്ന ഈ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മുറിയടച്ച് കങ്കാള നൃത്തം ആടിക്കാണും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ ഗോവിന്ദൻ സഖാവും ഈ ട്രോജൻ കുതിരയുടെ കഥ സമയം കിട്ടിയാലൊന്ന് വായിച്ചു നോക്കണം. അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മീഡിയ സെക്രട്ടറി പ്രഭാവർമ്മയോട് ചോദിച്ചാൽ പറഞ്ഞു തരും. ട്രോയ് എന്ന പട്ടണം പിടിച്ചടക്കാൻ ഗ്രീക്കുകാർ കുറേ കാലമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 10 വർഷം അവർ പോരാടി, പക്ഷേ അവരുടെ ഉദ്ദേശം സാധിച്ചില്ല. ഏറ്റവും അവസാനം അവരൊരു സൂത്രപ്പണി ചെയ്തു. അതായത് തടി കൊണ്ടൊരു വലിയ കുതിരയെ ഉണ്ടാക്കി. അകം പൊള്ളയാ, കുതിരയുടെ അകം പൊള്ളയാ. അതിനുള്ളിൽ ഗ്രീക്കുകാരുടെ ഏറ്റവും സമർത്ഥരായ പടയാളികളെ നിറച്ചു. അവർക്ക് ശ്വസിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ആ കുതിരയെ കടൽപ്പുറത്ത് ഉപേക്ഷിച്ചിട്ട് തോറ്റ് പിന്മാറുകയാണെന്നുള്ളൊരു തോന്നലുണ്ടാക്കത്തക്ക രീതിയിൽ ഗ്രീക്കുകാർ അവരുടെ കപ്പലുകളിൽ മടങ്ങിപ്പോയി. ആഹ്ലാദഭരിതരായ ട്രോയ് ജനത കടപ്പുറത്ത് വന്നപ്പോൾ അവിടെ ഒരു വലിയ തടിക്കുതിര കിടക്കുകയാണ്. എതിരാളികൾ തോറ്റു പോവുകയും ചെയ്തു, പിൻവാങ്ങുകയും ചെയ്തു. അപ്പോൾ ഈ തടിക്കുതിര അവർക്കുള്ള ഒരു വിജയ സമ്മാനം, യുദ്ധത്തിൽ ജയിച്ചതിനുള്ളൊരു ട്രോഫി
ആണെന്ന് കരുതിക്കൊണ്ട് അവരതിനെ വലിച്ച് നഗരത്തിലേക്ക് കൊണ്ടുപോയി കടപ്പുറത്ത് നിന്ന്. ഒരുപക്ഷെ അവിടുത്തെ രാജാവിൻ്റെ കൊട്ടാരത്തിൻ്റെ അടുത്തും കാണുമായിരിക്കും അതിനെ പ്രതിഷ്ഠിച്ചത്. എന്താ സംഭവിച്ചത്? രാത്രിയായപ്പോൾ ഈ കുതിരയുടെ പള്ളയിൽ നിന്ന് അത് തുറന്ന് നൂറുകണക്കിന് ഗ്രീക്ക് പടയാളികൾ പുറത്തിറങ്ങി ട്രോയിലെ ജനങ്ങളെ മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞു, തകർത്ത് കളഞ്ഞു. ആ പട്ടണം പിടിച്ചെടുത്തു. അതുപോലെ ഒരു ട്രോജൻ കുതിരയാണോ നമ്മുടെ അൻവർ? അതിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന പടയാളികൾ ആർക്കെതിരെയാണ് രംഗത്ത് വന്നിരിക്കുന്നത്? അല്ലെങ്കിൽ അവരാരാണ്? പാർട്ടിയോ സർക്കാരോ അന്വേഷിച്ചിട്ടുണ്ടോ? ഒരു IPS ഉദ്യോഗസ്ഥനായ SP സുജിത് ദാസ് ഒരു MLA കാല് പിടിച്ച് കരഞ്ഞ് കേണപേക്ഷിക്കുന്ന ശബ്ദരേഖ കേട്ടപ്പോൾ അന്ന് തന്നെ നടപടി എടുക്കേണ്ടതായിരുന്നില്ലേ അയാൾക്കെതിരെ? ഓൺ ദ സ്പോട്ട് അതിന് എന്തെങ്കിലും അന്വേഷണത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അവിടെയാണ് തെറ്റുപറ്റിയത്. അതേസമയം ഈ ദിവസങ്ങളിലുണ്ടായ സംഭവ പരമ്പരകൾ മുഴുവൻ നമ്മൾ നോക്കുമ്പോൾ വലിയ അന്വേഷണം കൂടാതെ നടപടിയെടുക്കാവുന്ന ഒരു കേസേ ഉള്ളൂ. അത് അൻവറിനെതിരെയാണ്. ആ കുറ്റം അൻവർ തന്നെ സമ്മതിച്ചതാണ്. അതായത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ഫോണുകൾ ചോർത്തി എന്ന കുറ്റം. അങ്ങനെ ചെയ്തുവെന്ന് ഈ ശശിക്കും അതുപോലെ അജിത് കുമാറിനുമെതിരെയുള്ള ആരോപണം പരസ്യമായി ഉന്നയിച്ച പത്രസമ്മേളനത്തിൽ അദ്ദേഹം സമ്മതിച്ചതാണ്. IPS ഉദ്യോഗസ്ഥന്മാരുടേതടക്കം അജിത് കുമാറിൻ്റെ ഭാര്യയുടെ ഫോൺ കോൾ അടക്കം ചോർത്തി എന്നുള്ളത് അത് തെളിഞ്ഞ ക്രൈമാണ്. അല്ലാതെ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതല്ല. എങ്ങനെ ചോർത്തി എന്നത് മാത്രമേ ഇനി അറിയാനുള്ളൂ. പോലീസിൻ്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ചോ അതോ ഹാക്ക് ചെയ്താണോ, എങ്ങനെയാണ് അത് നിർവഹിച്ചത് എന്നും മാത്രം ഒരു FIR ഇട്ട് അന്വേഷണം നടത്തേണ്ടതല്ലേ? നിസ്സഹായമായി നിൽക്കുന്ന സർക്കാരിനെയും പാർട്ടിയെയുമാണ് നമ്മളിവിടെ കാണുന്നത്. ഇതിനിടയ്ക്കൊരു ചെറിയ സംഭവം ഉണ്ടായി. ഈ മോൺസൺ മാവുങ്കൽ എന്നയാൾ നടത്തിയ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 360 ദിവസമായി സസ്പെൻഷനിലായിരുന്ന IG G ലക്ഷ്മണ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ കഴിഞ്ഞ ദിവസം സർക്കാർ തിരിച്ചെടുത്തു. നല്ല കാര്യമാണ്. അങ്ങനെ പറയാൻ കാരണം ഇവിടെ കൊല ചെയ്യാൻ മടിക്കില്ല എന്ന്, അല്ലെങ്കിൽ സ്വർണം പൊട്ടിക്കുന്നു എന്ന്, ഫോൺ ചോർത്തുന്നു, മന്ത്രിമാരുടെ അടക്കം ഫോൺ ചോർത്തുന്നു എന്ന് നിരവധി ആരോപണങ്ങൾ നേരിടുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അതേ സ്ഥാനത്തിരുന്നു കൊണ്ട് ഈ ആരോപണങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം നേരിടുമ്പോൾ ഈ പാവം മാവുങ്കലിൻ്റെ ആ തട്ടിപ്പിൽ പെട്ടുപോയ നമ്മുടെ ലക്ഷ്മണയെ അങ്ങനെ ഇനിയും സസ്പെൻഷനിൽ നിർത്തുന്നത് ശരിയല്ല എന്ന് സർക്കാരിന് തോന്നി. നല്ല കാര്യം.